അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം, അതായത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് ദാണ്ട അതിൻ്റെ CV ഒപ്പിട്ടിട്ടുണ്ട്, അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പരാതി കൊടുത്തേക്കുന്നത്. ഒരു മിനിറ്റ്, നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട് 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് ക്ലിനിക്കിൽ അന്നാണല്ലേ പോയത്. ഓക്കെ, മൈ വേ ബൈ കല്യാണി എന്ന ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനലുകളിൽ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. ഈ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ടും വെക്കുന്നൊരാശയം അവരുടെ മുഖത്ത് ഒരു പാട് വരികയും ആ പാടിനെ തുടർന്ന് ഇവരൊരു ക്ലിനിക്കിൽ പോവുകയും, കൊല്ലത്തുള്ള ഇവർ അങ്ങ് തിരുവനന്തപുരം വരെ പോയി ആ ക്ലിനിക്കിൽ പോവുകയും അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അവർ ബില്ലുകൾ കൊടുക്കുന്നില്ല, ലക്ഷങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നു, ഇവർക്ക് വേണ്ടുന്ന ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഒരു ആക്ഷേപം ആ ഹോസ്പിറ്റലിന് മേളിൽ വെച്ചു. അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള ദേവ് കോട്സ് ചാനലിനകത്ത് അത് വരികയും ചെയ്തു. ഇപ്പോൾ കല്യാണി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിരിക്കുകയുണ്ട്. ലവന്മാർ പറയുന്ന മുഴുവൻ അഴുക്കാ, ഞാനാണ് കറക്റ്റ് എന്ന് തെളിയിക്കുന്ന ഒരു സാധനം. നമുക്ക് ആദ്യം കല്യാണിയുടെ ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എനിക്കിതൊരു തേങ്ങയും മനസ്സിലാകുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ ഈ മൈ വേ ബൈ കല്യാണിയുടെ ഭാഗത്തുനിന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത്. ഇതാ വന്നു, അപ്പോഴേ നമ്മൾ എടുത്തുന്നു, നമ്മൾ സംസാരിക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യം കല്യാണി ഇട്ട വീഡിയോ, ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ, ബാക്കി പറ. ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും, നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ ഒക്കെ, അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. ഏതൊക്കെ അറിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ തെറ്റാണ്, അല്ലെങ്കിൽ അവർ മറ്റേ ഹൈലി സ്പെഷ്യലിസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ബില്ല് ചോദിച്ചു. ഓക്കെ, മാറ്റി പറയില്ല കേട്ടോ, ബാക്കി പറ. അതായത് നമ്മൾ കൊടുത്തതിന്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ എഗെയിൻ നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ, നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. ഓക്കെ, ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പൊ ബിൽ വീണ്ടും നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, എന്നിട്ടും അവർ പ്രോപ്പർ ആയിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ മുമ്പോട്ടുള്ള ഈ വീഡിയോ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇതെല്ലാം നമുക്ക് ആവശ്യം വരും. അവിടെ നിൽക്കട്ടെ, എന്റെ ഫയലിന്റെ ട്രീറ്റ്മെന്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷെ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ടെൻഷൻ എന്തൊക്കെ കാണിച്ചാലും ഇതുവരെ തന്നിട്ടില്ല. ഓക്കെ, ഇതൊന്നും ഇനി മാറ്റി പറയില്ല കേട്ടോ. എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ സൈഡിൽ നിന്ന് ആദ്യം വന്ന വീഡിയോ. ഇതിനെ ചൊല്ലി പൂർണ്ണമായിട്ടൊരു ഫുൾ ലോങ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങനൊരു വീഡിയോ ചാനലിലെങ്ങും പ്രത്യക്ഷപ്പെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ നൻപൻ, പുള്ളിനെ നൻപിയാണ് ഈ കൊല്ലത്തിലായത്, നൻപൻ ദേവ് കോട്സ് ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് അവരുടെ സൈഡിൽ നിന്നുള്ളൊരു ന്യായീകരണം കേൾക്കാനിടയെ. നമുക്ക് ആ ന്യായീകരണം ഒന്ന് കേട്ടിട്ട് വീണ്ടും തിരിച്ച് കല്യാണിയുടെ എക്സ്പ്ലനേഷനിലേക്ക് വരാം കേട്ടോ. ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വൈറ്റനിങ് ക്രീമാണ്. ഓക്കെ, ഹോസ്പിറ്റലുകാർ പറയുന്നത് 8 മാസം മുമ്പാണ് വന്നതെന്ന്, കല്യാണി പറയുന്നു 8 മാസമല്ല 6 മാസത്തോളമാണ് പുള്ളിക്കാരി ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്ന്. പിന്നെ പറയുന്നു സ്റ്റിറോയിഡിൻ്റെ ഒരു ക്രീം പുരട്ടിയിട്ടാണ് അവരുടെ ഇവിടെ വന്നൊരു പാടാണ് പ്രശ്നം, ഇവിടെ ഇങ്ങനെ ഒരു പാട് വന്നു. അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ക്രീം പുരട്ടിയിട്ടാണ് ആ പാട് വന്നത്, ഇവർ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായതാണെന്നാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത്. പക്ഷേ കല്യാണി ഇതിന് മറ്റൊരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്, അതിലേക്ക് നമുക്ക് വരാം, അത് അന്നേരം നമുക്ക് സംസാരിക്കാം. അപ്പോൾ 8 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത്. അതും എന്താ സ്റ്റിറോയിഡ് ഇറങ്ങി ക്രീം പുരട്ടിയിട്ട് വന്ന പാട്, അതും ഒന്ന് മനസ്സിൽ വെച്ചോ, അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. ഒരുപാട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷനിൽ ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. മനസ്സിലായല്ലോ, രണ്ടാമത്തെ പ്രാവശ്യം ഈ പറയുന്ന കല്യാണി അവിടെ ഈ പുള്ളിക്കാരൻ ഇത് റിയാക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, ഇദ്ദേഹം ഇട്ട വോയിസിനെ ഇദ്ദേഹം തന്നെ റിയാക്ട് ചെയ്യാണ്. അതായത് രണ്ടാമത്തെ വന്നപ്പോഴത്തേനും
കല്യാണി കൊളാബ് ചെയ്യിച്ചു. അത് കല്യാണിയുടെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെ ഈ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദബർ കൊളാബ് ചെയ്യിച്ചു. അത് കൊളാബ് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലാണ് അവർ ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് തുടർന്നത്. കാരണം ഈ ഒരു ഹോസ്പിറ്റൽ വലിയ വലിയ സെലിബ്രിറ്റീസിനെ വരെ ട്രീറ്റ് ചെയ്യുന്നതാണ്. അവർക്ക് പോലും കൊടുക്കാത്ത കൊളാബ് എന്തിന് ഇവർക്ക് കൊടുക്കണം എന്നിട്ടാണ് ഹോസ്പിറ്റലുകാരുടെ വാദം. ബാക്കിയേക്കാം. നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാനായിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പയർ ചെയ്ത് മാഡത്തിൻ്റെ ഭയങ്കര ഫാനാണ്. മാഡത്തിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത് അതൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇവരുടെ വീട് കൊല്ലത്തും ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ട്രിവാൻഡ്രത്തും. കൊല്ലത്തെങ്ങും ഹോസ്പിറ്റൽ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടുന്ന് കെട്ടിപ്പറക്കി തിരുവനന്തപുരം വരെ പോയെന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും സംശയമായിട്ട് തന്നെ വെക്കാട്ടോ. ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പയർ ചെയ്ത് വന്ന ഒരു ക്ലൈന്റ് ആണ്. കല്യാണി അവിടെ പറഞ്ഞെന്തായിരുന്നു? പിന്നീട് താമസിക്കൂല. കല്യാണം എന്തിനേലും പറയട്ട് വോയിസ് മരയ്ക്ക് കേൾക്കാൻ സമ്മതിക്കും. എന്നല്ലേ അത് കട്ട് ചെയ്ത് സ്മഡ് ചെയ്ത് ബ്ലർ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു. എന്താ കറുത്തിരിക്കുന്നത് എന്താ അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? ഐ മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല പറയുന്നത്. അല്ല ബിൽസ് നമ്മൾ കൊടുത്തിട്ട് കൊടുക്കായി ബിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ മൈ വേ ബൈ കല്യാണിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ, അവർ നമ്മൾ കൊടുത്ത പൈസയുടെ പകുതിയോളമേ ഇവരുടെ ബില്ലിൽ വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതൊക്കെ കല്യാണിയുടെ എക്സ്പ്ലനേഷനുണ്ട്. അപ്പോൾ ബില്ല് കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്, ബില്ല് കൊടുത്തു എന്ന് ഹോസ്പിറ്റലുകാരും പറയുന്നുണ്ട്. പക്ഷേ ബില്ലിൻ്റെ എത്ര ശതമാനം, 100%, 100 ബില്ലുണ്ടെങ്കിൽ അതിൽ 50 കൊടുത്തിട്ടുള്ളതെന്നാണ് കല്യാണിയുടെ സൈഡിൽ നിന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ. പക്ഷേ ഇത് ഈ ഹോസ്പിറ്റലുകാരുടെ സൈഡിൽ എന്തോ ഒരു പാളിച്ചുണ്ടോ എന്ന് എനിക്കൊരു ചംച്ചയുണ്ട് കേട്ടോ. അല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ എനിക്ക് റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ എമൗണ്ട് പറഞ്ഞ് ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിസ്കിനോട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. താമസിക്കൂല. അപ്പോൾ കല്യാണിക്ക് ഇവിടെ ഉണ്ടായ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, 1 കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല, 2 വെളുക്കാൻ തേച്ച ക്രീം പാണ്ടായി. ഇത് പുറത്ത് പറയാൻ പറ്റൂല, കാരണം ഓഡിയൻസിനെ ഞാൻ വെളുത്തിട്ട് പാറണ ക്രീം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. 3 നമുക്ക് കേൾക്കാം. ഇനിയിപ്പോ നമ്മൾ ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങൾ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവർ കംപ്ലൈന്റ് കൊണ്ട് വന്നത്. അതും കള്ളമായിരുന്നു. ശരി, സമ്മതിക്കൂല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ ഇവരാദ്യം കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവർ കംപ്ലൈൻറ്റുമായിട്ട് വന്നു. അങ്ങനെ അവരും കംപ്ലൈൻറ്റ് കൊടുത്തു എന്നാണ് ഹോസ്പിറ്റലുകാരുടെ വെർഷൻ. ഇനി നമുക്ക് കല്യാണിയിലേക്ക് പോകാം. പുള്ളിക്കാരി ഇതിന് പറയുന്നത് എക്സ്ട്രീംലി മറ്റൊരു വെർഷനാണ്. അപ്പോൾ പുള്ളിക്കാരുടെ പക്ഷത്തു നിന്നും നമുക്കിതിൻ്റെ യഥാർത്ഥ കഥ ഒന്ന് കേട്ട് നോക്കാമേ. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് കൗണ്ടർ കേസ് കൊടുത്തു എന്നാണ് ഹോസ്പിറ്റലുകാർ പറയുന്നത്. ഹോസ്പിറ്റലുകാർ ആദ്യം ഇവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. അതിന് കല്യാണി വിളിപ്പിച്ചപ്പോൾ കല്യാണി കേസ് കൊടുത്തു. അപ്പോൾ ഈ ഹോസ്പിറ്റലുകാർ എന്തെന്ന് പറഞ്ഞിട്ടാണ് കല്യാണിക്കെതിരെ കേസ് കൊടുത്തത്? അപ്പോൾ ആ ഹോസ്പിറ്റലുകാരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ, ഇവർ മറ്റേ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ആ ഹോസ്പിറ്റൽ പ്രിമൈസസ് അവരുടെ പെർമിഷൻ ഇല്ലാതെ ആ പ്രിമൈസസ് ഷൂട്ട് ചെയ്തു, അവിടെ ബഹളം വെച്ചു എന്നാണ് അവരുടെ വാദം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഹോസ്പിറ്റലിൽ CCTV കവറേജ് ഉള്ളതാണല്ലോ. അപ്പോൾ CCTV വിഷ്വൽസിലൂടെ ഇവർ ഈ സാമാനം പുറത്തു വിടുക. കാരണം ഈ ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അവർ നിയമപ്രകാരം പോകും. നമ്മൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നവർക്കാണല്ലോ ഇതിൻ്റെ തെളിവെടുത്ത് അങ്ങോട്ടിട്ട് അവിടുന്ന് മറിച്ചെടുത്ത് ഇങ്ങോട്ടിട്ട് ആ സാധനം, അവർക്കൊന്നുമില്ല, അവർ നിയമപരമായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവരങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് മെറ്റാ ഗ്ലാസും വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ അവരുടെ കാണും. പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? ഒരു കാരണമില്ലാതെ ചുമ്മാ അടുത്ത് വന്നിട്ട് ഹോസ്പിറ്റലിൽ കയറി ബഹളം വെക്കുമോ? 1, ഇവരുടെ ഈ സാമാനം കറുത്തിൻ്റെ വെളുക്കാൻ തേച്ചിട്ട് അത് പാണ്ടായില്ല. 2, ഇവർ കൊളാബ് ചോദിച്ചിട്ട് കൊടുത്തില്ല. 3, മൂന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ബില്ല് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ കുറേ വിഷയങ്ങളാണ് കല്യാണിക്കുള്ളത്. പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിനെ കല്യാണി സമീപിച്ചപ്പോൾ അവരിവരെക്കാട്ടിലും കോസ്റ്റ് കുറവ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ല, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഇതിൽ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അതൊരു കാര്യം. ഇപ്പം ഞാനൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്തു, റേറ്റ് കൂടുതലാണ്, തുടക്കത്തിലെ എന്നോട് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ട്, പിന്നെന്തിന് ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കേണ്ട കാര്യം എന്താ? എനിക്കറിയില്ല, ബാക്കിയേക്കാം. അപ്പോൾ
അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പരാതി. 1/6/2026 സബ് ഡിവിഷൻ ഓഫീസ് ഓഫ് പോലീസ് SDOPക്ക് ഇവർ കൊടുത്തിരിക്കുന്ന പരാതി. 1/6/2026 ഇവർ പരാതി കൊടുത്തിരിക്കുന്നത്. മറ്റവർ പറഞ്ഞു തന്നെ അവർ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇവരെ വിളിപ്പിച്ചപ്പോൾ ഇവരൊരു കൗണ്ടർ കേസ് കൊടുത്തു എന്നാണ് ഹോസ്പിറ്റലുകാരുടെ വെർഷൻ. ഇവർ പറയുന്നത് ഇവരാദ്യം പരാതി കൊടുത്തു. ഓക്കെ, ബാക്കി പേപ്പറാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ക്ലിപ്സ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അത് അങ്ങനല്ലല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോമാറി ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ബില്ല് മേടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്തത്. അല്ല, അയാൾ ചോദിച്ച ചോദ്യത്തിനകത്ത് എനിക്ക് തെറ്റായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങേരും ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, അവിടെ ബില്ല് പേ ചെയ്തു. അതിൻ്റെ ബില്ല് തരാൻ പറഞ്ഞപ്പോഴത്തേനും അതങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്ന് വരാൻ കേട്ടോ. നമ്മളെ ആ സാധനം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണെങ്കിലും ബഹളം ഉണ്ടാക്കുമത്. ഇതാണ് ഇവർ ഈ മെറ്റാ ഗ്ലാസ് വെച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്ന സാധനം. നിങ്ങൾ ഒരിടത്ത് പേ ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, അതൊരു ഹ്യൂജ് എമൗണ്ട് ആണെന്ന് വെച്ചോ, ഒരു 2 ലക്ഷം 3 ലക്ഷം ആണെന്ന് വെച്ചോ, ഒരു പ്രൂഫില്ല. സാർ നമ്മുടെ തന്നില്ലേ, നമ്മുടെ ഭദ്രം എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുമോ? അവരെ ബില്ല് ചോദിക്കും. സോ ഇപ്പോൾ നിലവിൽ ഇവർ ചോദിക്കുന്ന ഈ നിലവാരത്തിൽ അവർ ബില്ല് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ബില്ല് ചോദിക്കുന്ന സാധനവും ഇവരത് ഹെഡ് ഓഫീസിൽ നിന്ന് വരണം എന്ന് പറയുന്ന സാധനമാണ്. എൻ്റെ പൊന്നടാവ്, ഇതുപോലൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ ഞാൻ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പൈസ തിരിച്ചു തരാൻ അങ്ങ് ഹെഡ് ഓഫീസിൽ നിന്ന് വരണം എന്നും പറഞ്ഞിട്ട് വലിച്ചു തരുന്നുണ്ട്. നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികമായിട്ട് ഇവർക്ക് ദേഷ്യം വരും. ഇവരെ ഞാൻ തെറ്റൊന്നും പറയത്തില്ല വിഷയത്തിൽ. മാം എന്തിൻ്റെ ഫയൽ എടുത്തുകൊണ്ട് പോയേ? എല്ലാ സാധനവും ഹെഡ് ഓഫീസിൽ വെക്കാനാണെങ്കിൽ നിങ്ങളുടെ ആ സ്ഥാപനം എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ക്ലയൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് പോലും അവിടെ സൂക്ഷിക്കുന്നില്ല. അതെല്ലാം ഹെഡ് ഓഫീസിലാണ് സൂക്ഷിക്കുന്നത്. എനിക്ക് ആ സാധനം പിടികിട്ടുന്നില്ല. അപ്പോൾ ഇന്നൊരു ക്ലയൻറ്റ് വന്നു, അയാൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു പോയി. അതിനുശേഷം പിന്നീട് അയാൾ വരുമ്പോഴത്തേനും ഇയാളുടെ ഹിസ്റ്ററി അറിയാൻ എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസിൽ നിന്ന് സാമാനം വരണോ? എനിക്ക് ആ ആശയം അങ്ങോട്ട് പിടികിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കസ്റ്റമർ നിങ്ങൾക്ക് വരാറേ ഇല്ല. ഒന്ന് വന്നാൽ പിന്നെ കസ്റ്റമറിനെ പിന്നെ നിങ്ങൾക്ക് കിട്ടൂലല്ലേ? കൊള്ളാം. ബില്ല് തരാനും എല്ലാം കേട്ടോ എല്ലാം വേണം. ഇത്രയും ഡിലേ ആയിരുന്നു. ഓക്കെ, അതിനകത്ത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എല്ലാം ഒരുപാട് ഡിലേ ആയെന്ന്. അതിനത് അവർ കൗണ്ടർ ചെയ്യുന്നില്ല. ഈ വീഡിയോ എപ്പോൾ എടുത്തതെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് വിസിറ്റിൽ എടുത്തതാണ് ഒന്നും അറിയില്ല. പക്ഷെ അവിടെ നിങ്ങൾ ഭയങ്കര ഡിലേ ആണെന്ന് പറയുന്നതിന് അവരത് എഗ്രി ചെയ്യുന്നുണ്ട്. അവരതിനെ കൗണ്ടർ ചെയ്ത് തിരിച്ച് സംസാരിക്കുന്നില്ല. ഇതിനകത്ത് 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. കല്യാണയുടെ ഭാഗത്ത് തെറ്റിലേക്ക് ഞാൻ വരാം കേട്ടോ. ഇത് പറയട്ടെ. ലീഗലി ആണെങ്കിലും ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ACP ജോയിൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു ക്യാൻ മൂവ് ലീഗലി. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ദിസ് നോട്ട് മൈ ക്ലിനിക്. എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇവരാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലീഗലി മൂവ് ചെയ്യാൻ പറഞ്ഞു എന്നാണ് ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ ഫസ്റ്റ് ഇവരാണ് പോലീസിനെ വിളിച്ചത്, കാര്യം അറിയിച്ചത്. അതായിരിക്കും ഒരു പക്ഷേ അവരാണ് ഫസ്റ്റ് കേസ് കൊടുത്തതെന്നുള്ള രീതി പറയുന്നത്. പക്ഷേ കല്യാണിയാണ് കൊടുത്തതെന്ന രീതി പറയുന്നത്. ആരോ കൊടുത്തോട്ടെ, നിങ്ങൾ കൊടുത്തോ ഇല്ല അവർ കൊടുത്തു, ആരോ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഫസ്റ്റ് കൊടുത്തു. ഈ ഫസ്റ്റ് കൊടുത്തു എന്നുള്ളതിനകത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോഴത്തേനും ഫസ്റ്റ് കൊടുത്തു എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഈ ഒരു കേസിനകത്ത്. ആരോ ഫസ്റ്റ് കൊടുത്തു എന്നിരിക്കട്ടെ, ഒന്ന് ഈ കല്യാണി കൊടുത്തു അല്ലെ ഹോസ്പിറ്റൽ കൊടുത്തു, യവനെ ഒരുത്തം ഫസ്റ്റ് കൊണ്ട് കേസ് കൊടുത്തു. ബാക്കി പറ. എല്ലാം സെറ്റ് ദിവസം അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ തന്നിട്ടുണ്ട്.
കല്യാണി തുടക്കത്തിൽ പറഞ്ഞ ഷോർട്സിൽ എന്താ പറഞ്ഞേ, അവർ ബില്ല് തന്നിട്ടില്ല, ഡോക്ടർ എലിജിബിൾ അല്ല, അല്ലെങ്കിൽ ഡോക്ടറിന് വേണ്ടത്ര ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവർ ബില്ല് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കല്യാണി പറയുന്നു ബില്ല് തന്നിട്ടുണ്ടെന്നുള്ളത്. കല്യാണി ഷോർട്സിൽ അവതരിപ്പിച്ച സാധനം പാടെ തെറ്റായിരുന്നു. അത് ഫുൾ ആ സാധനം സ്ക്രീനിലേ ഇല്ലാത്ത സാധനങ്ങളാണ്. ആ പാട് വന്നപ്പോൾ പോയെന്ന് പറഞ്ഞാൽ ആ പാട് അപ്പം വന്നതല്ല. ആ പാട് എപ്പോൾ വന്നതെന്ന് കല്യാണി പറയുന്നുണ്ട്. സോ ഷോർട്സ് റീലിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഉണ്ടാക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേയിൽ നിന്ന് മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിൻ്റെ പേയ്മെൻറ്റ്, അതിൻ്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അവർ തന്നേക്കുന്നത് അതിൻ്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ഓക്കെ, ഇതിനകത്ത് ഈ സ്ഥാപനം അവകാശപ്പെടുന്നത് ബില്ല് കൊടുത്തു എന്നാണ്. ദേവ് വിളിച്ചപ്പോൾ ബില്ല് കൊടുത്തു എന്നാണ് പറയുന്നത്. കല്യാണി ആദ്യം ബില്ല് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞെങ്കിലും ഇതിനകത്ത് പറയുന്നുണ്ട് ഇവർ കൊടുത്ത പേയ്മെൻറ്റിൻ്റെ എക്സാക്റ്റ്, അതായത് നമ്മളിപ്പോൾ 50,000 രൂപ കൊടുത്തെങ്കിൽ 50,000 ബില്ലല്ല തന്നിരിക്കുന്നത്, അതിനകത്തൊരു ക്രമക്കേടുണ്ട്, അതാണ് ഇവർ തന്നില്ല എന്ന് പറയുന്നത്. മറ്റവർ ദേവിനോട് സംസാരിച്ചപ്പോൾ ബില്ല് കൊടുത്തു എന്ന് പറഞ്ഞത് അവരുടെ മാനിപ്പുലേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മെറ്റാ ക്ലാസ്സും വെച്ചുകൊണ്ട് ഇവരവിടെ പോയി ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇവരിത് പോലീസിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഫുൾ ബില്ല് കൊടുത്തിട്ടില്ല. അവർ ബില്ല് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണ്, പക്ഷെ മൊത്തം കൊടുത്തിട്ടില്ല. ഇവർ ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്, മൊത്തം ബില്ലും കിട്ടിയിട്ടില്ല. ഇതാണ് സാധനം. ബാക്കി പറ. പരാതി കൊടുത്തേക്കുന്നത് ഒരു മിനിറ്റ്, നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്, അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്. അന്ന് രണ്ടുപേരും ഒരേ ദിവസമാണ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ക്ലിനിക്കുകാർ ആദ്യം പോലീസിനെ വിളിച്ചു. ഒന്നുകിൽ കല്യാണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനമോ ഫസ്റ്റ് കേസ് ഫയൽ ചെയ്തു, ഓക്കെ, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് നൽകി. അതവിടെ നിന്നോട്ടെ. ബാക്കി പറ, കല്യാണി പറ. തന്നെയാണ്. പക്ഷെ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്, അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, 2-ാം തീയതി. അപ്പോൾ ഇവർ 1-ാം തീയതി ഇവർ 2 പേരും കംപ്ലയിൻറ്റ് കൊടുത്തു. ഈ ആമയും മുയലും ഓട്ടത്തിൽ ആര് ജയിച്ചു എന്നുള്ളതിന് പ്രസക്തിയില്ല. 2 പേരും കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. 2-ാം തീയതി 2 പേരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. 2 പേരെയും സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ ആ സാധനത്തിനൊരു തീർപ്പുണ്ടാക്കും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളൂടെ വ്യക്തമാവും. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം, അതായത് ഡേറ്റും എഴുതിയിട്ടുണ്ട്. 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട്. ഇതിനകത്ത് ഡേറ്റ് എവിടെ? ഡേറ്റ് 2/6/2026 ഇവർ കേസ് കൊടുത്തതിൻ്റെ സാധനം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ അതാണ്ട് 3/6/2026. ഓക്കെ, ഫൈൻ, ഞാൻ കണ്ട്. അപ്പോൾ ബില്ലുകൾ 3/6/2026 കൊടുക്കണം എന്ന് സ്ഥാപനത്തിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇവർ 2 സൈൻ ചെയ്തത്. സോ കല്യാണിയുടെ ഭാഗത്തെ ശരി ഇവിടെ പ്രൂവ് ആവുകയാണ്. കാരണം അവർ ആരോ കേസ് കൊടുത്തിട്ടുണ്ട്, 2 പേരെയും പോലീസ് വിളിപ്പിച്ചു. പോലീസ് വിളിച്ചപ്പോൾ മനസ്സിലായി അവർ കറക്റ്റായിട്ടുള്ള ബില്ല് ഇവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ പോലീസ് പറഞ്ഞു 3-ാം തീയതി നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ബില്ല് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവർ 2 ആ സാധനം എഗ്രി ചെയ്ത് സൈൻ ചെയ്ത്. കണ്ട പോലീസിൻ്റെ സീലൊക്കെ ഉണ്ട്. സോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള സാധനമാണ്. 2 പേരും അതിൽ ഒപ്പിട്ടു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കല്യാണിക്ക് ഈ പറയുന്ന ബില്ലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കേസിൻ്റെ ഡീറ്റെയിൽസ്, കേസ് ഹിസ്റ്ററിയോ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കല്യാണിയുടെ ഭാഗത്താണ് ശരി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവാരത്തിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സ്ഥാപനം ചെറുതായിട്ട് എന്തോ പക്ഷേ കാണിച്ചോട്ടോ, നിങ്ങൾ സാധനം കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്കി പറ. അതിൻ്റെ ഒപ്പിട്ടിട്ടുണ്ട്, അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3-ാം തീയതിക്ക് മുൻപേ എൻ്റെ ബില്ലും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പോൾ അതിനർത്ഥം എനിക്ക് ആ ടൈമിലും ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? കറക്റ്റ്. ആ സമയം വരെ കല്യാണിക്ക് ബില്ല് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു സാധനം വന്നത്. ഇനി കല്യാണിയുടെ മുഖത്ത് ഇവിടെ ഒരു പാടുണ്ട്. ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇവിടെയും ഒരു പാട് വന്നു. ഈ പാടിന് ചികിത്സിക്കാനായിട്ടാണ് ഇവർ കൊല്ലത്തെങ്ങും ഇല്ലാഞ്ഞിട്ട് ട്രിവാൻഡ്രം വരെ കെട്ടിപ്പുറക്കിക്കൊണ്ട് പോയത്. അപ്പോൾ ഇതിനകത്ത് കല്യാണിയോടൊരു ചോദ്യം, കൊല്ലത്തെങ്ങും ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ എന്ത് കാരണത്തിലാണ്
ട്രിവാൻഡ്രം വരെ ഇതിന് പോകാനുണ്ടായ കാരണം ഒന്ന് വ്യക്തമാക്കിയ കൊള്ളയായിരുന്നു. കാരണം ഈ ഹോസ്പിറ്റലുകാർ പറയുന്നത് ആ ഡോക്ടറിനെ കണ്ട് ഇൻസ്പയറായി അവരെ ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെട്ടിട്ടൊക്കെയാണ് അങ്ങോട്ട് പോയതെന്നാണ് പറയുന്നത് ഹോസ്പിറ്റലുകാരുടെ ഒരു വേർഷൻ. കല്യാണി എന്തിനാണ് ഞാൻ തിരുവനന്തപുരം വരെ കെട്ടിപ്പറക്കി പോയതെന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് എൻ്റെ എല്ലാ സകല പ്രശ്നങ്ങളും തീരും ഈശ്വര ഭഗവാനെ നല്ലത് മാത്രം വരുത്തണമെന്ന് ചിന്തിച്ച് പോയതായിരിക്കും. എന്തൊരു ആട്ടെ, നമുക്ക് ഈ പാട് വന്ന് എങ്ങനെയാണെന്ന് കേൾക്കാം. പാട് എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അതങ്ങനെ അല്ല എന്നെനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാലും സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോനിപ്പോൾ 8 വയസ്സാണ്. അപ്പോൾ 8 വർഷം മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ പാട് എൻ്റെ 2 അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പ്രായം കൂടി വരുന്നതോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നല്ലൊരു ഡോക്ടർ. ഓക്കെ, ഇനി ഈ കല്യാണിയുടെ ഒരു ചോദ്യം. കല്യാണി വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ആശുപത്രിയിലേക്ക് പോയെന്ന്. അപ്പോൾ അത് അന്നേരം വന്ന പാടല്ല, നിങ്ങൾക്ക് കാലാകാലങ്ങളായിട്ടുള്ള പാടാണ്. അത് നിങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. രണ്ടാമത് ഈ പറയുന്ന സ്റ്റിറോയിഡ് ക്രീം എവിടെ നിന്ന് കയറി വന്നു? ഹോസ്പിറ്റലിൽ ചുമ്മാ ഒരു നറേഷൻ പറഞ്ഞോ? നിങ്ങൾ ബ്ലോഗിൽ ഈ സബ്സ്ക്രൈബേഴ്സിന് പല സാധനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ക്രീമായിട്ടും മറ്റ് പ്രൊമോഷനായിട്ടും ഒക്കെ. ഇത് നിങ്ങളെന്നല്ല, ഈ സോഷ്യൽ മീഡിയയിലുള്ള മിക്ക ബ്യൂട്ടി ബ്ലോഗേഴ്സും അല്ലാത്ത ബ്ലോഗ് ചാനലുകളെല്ലാം റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്ന സാധനങ്ങളാണ്. ഇത് പെരട്ടു വെളുത്തിട്ട് പാറാമെന്ന് പറഞ്ഞ് പെരട്ടും, നിങ്ങൾ ആ പ്രൊമോഷൻ പൈസ മേടിച്ചിട്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ചില ആളുകൾക്കുണ്ടാവും. ആ ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടും ഇല്ലയെന്ന് അറിയത്തില്ല. കല്യാണി അങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നോർമലി എല്ലാ തരത്തിലുള്ള വ്ളോഗേഴ്സ് പ്രൊമോഷൻ എടുത്തിട്ട് ഇതിൻ്റെ പിന്നെ യാതൊരു അന്വേഷണവും ഇല്ലാതെ ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ടായി നിൽക്കുന്ന ഒരു സാധനമാണ് ഗർ സോപ്പ്. ഇതാണ്ട് ഇതുപോലെ ടാൻ വാച്ച് വരിക മനസ്സിലാവും. ടാൻ അടിച്ചിട്ട് പാടുണ്ടെങ്കിൽ ഈ ഗർ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. ഇതാണ്ട് എനിക്ക് ടാൻ ഉണ്ട്, ഇതാണ് എൻ്റെ റിയൽ കളറ്, ഇതാണ് വെയിലടിച്ചിട്ടുള്ള പാട്. അപ്പോൾ ഈ ഗർ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടാൻ മാറും എന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വളരെ അടുപ്പമുള്ള ആളുകൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള മാറ്റവും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. സോ ആ സോപ്പ് ഉടായ്പാണ്. AC ഇറങ്ങാത്ത ഷാനവാസൊക്കെ എന്തോ ഇതിന് ഗർ സോപ്പ് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ഇരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് ബില്ല് അയച്ചു കേട്ടോ, അയക്കാതൊന്നും ഇരുന്നിട്ടില്ല. പക്ഷേ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ കണ്ട ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഇതാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ല് ചോദിച്ചിട്ടുണ്ട്, ബില്ല് അവർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഫുൾ ബില്ല് കൊടുത്തിട്ടില്ല എന്നാണ് വാദം. ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ പറയുന്നു മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്, സോഫ്റ്റ് കോപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹാർഡ് കോപ്പിയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ബില്ല് വീണ്ടും ഇവർക്ക് ഇങ്ങനെ PDF ആയിട്ട് അയക്കേണ്ട കാര്യമില്ല. നിനക്ക് 1-2 തവണ അയച്ചില്ലയോ, പോയി അതങ്ങോട്ട് നോക്കാൻ പറയേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് ബില്ല് കിട്ടിയിട്ടില്ല. അത് ഒന്നാമത്തെ സാധനം. രണ്ടാമത്തത്, ഈ സ്ഥാപനം പറയുന്നുണ്ട് ഇതെല്ലാം കോടതി വഴി കല്യാണി പോയപ്പോഴത്തേനും അല്ലെങ്കിൽ കോടതി വഴി വക്കീൽ മുഖാന്തരം ഈ സാധനം കൊടുത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ എന്തിനാണ് ഒരേ ബില്ല് പലതവണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഓൾറെഡി സബ്മിറ്റ് ചെയ്ത സാധനം പിന്നെ കൊടുക്കുന്നത് എന്തിനാ? അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ തിരിമറി പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് ക്ലാരിഫിക്കേഷൻ കറക്റ്റായിട്ട് വന്നിട്ടും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. തന്നു. അപ്പം ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പൊ ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും ഗജാന്തരം, അങ്ങനല്ലേ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏകദേശം സ്വാഭാവികം പറ്റിക്കപ്പെട്ടു എന്നുള്ള സാധനം മനസ്സിലായി. അപ്പോൾ ഇതാണ് കല്യാണി ഉന്നയിക്കുന്ന പ്രശ്നം. ഇനി നമുക്ക് ദേവ് ഈ ചാനൽ ഈ സ്ഥാപനമായിട്ട് സംസാരിച്ച കോളിലേക്ക് ഒന്ന് റിട്ടേൺ പോവാം. ഒന്നുകൂടെ ഒന്ന് കേട്ടിട്ട് വരാം. അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ഇപ്പം ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് 2 കൊടുത്തിട്ടുണ്ട് ആക്ച്വലി.
കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവർ ഞങ്ങൾക്കിടെ ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ഗവൺമെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് വരും. 8 മാസം എടുത്ത് നമ്മൾ എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവർ റിയലൈസ് ചെയ്യാൻ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കല്യാണി പറയുന്നത് ഇവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത സമയത്ത് തന്നെ ഇതിന് ഒരുപാട് സമയം കാലപരിധി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇവർ ബില്ല് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഇതാണ്, ഇവർ ബില്ല് കൊടുത്തിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടൊരു ബില്ല് കൊടുത്തിട്ടില്ല. അവർക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള ബില്ല് കിട്ടിയിട്ടില്ല. ഇതാണ് ശരിക്കും ഇതിനകത്തെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഉണ്ണി വ്ളോഗ്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ സിനിമ റിവ്യൂ ചെയ്യുന്നത്. പുള്ളിക്കാരന് ഈ ഒരു ഹോസ്പിറ്റലുമായിട്ട് ഒരു പോസിറ്റീവ് അനുഭവമാണ് വന്നിട്ടുള്ളത്. നെഗറ്റീവ് അനുഭവത്തിലേക്ക് ഞാൻ വരാം, ബാക്കിയേക്കാം. എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months plus വന്നിട്ടുണ്ട്. ഇവരെ ഇവർക്ക് വിലക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, എലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീക്കിലി മൂവ് ചെയ്തപ്പോൾ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പ് അയച്ചു കൊടുത്തു, മെയിൽ അയച്ചു കൊടുത്തു, കോർട്ട് ത്രൂ അയച്ചു കൊടുത്തു. ഇത്രയും തവണ നിങ്ങൾ എന്തിനാണ് അതിനകത്ത് ഒബ്സസ്ഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യുന്ന എന്തിനാണ്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇനി ഈ കല്യാണി ഇട്ട വീഡിയോയുടെ താഴെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഒരാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനം കല്യാണി എടുത്ത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സ്ഥാപനത്തിനെ തപ്പി നമ്മുടെ ദേവ് ഡീകോട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണേ, അയാം തനി പറ്റിക്കൽ, അല്ല അത് അയാം തനി പറ്റിക്കലോ, തനി പറ്റിക്കലാണ്, ഒന്നിനും ബില്ലില്ല, ഒന്നുമില്ല, 98,000 രൂപ ആയി, ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, പലതും പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ക്ലിനിക്കിനെ പറ്റി മറ്റൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഈ ക്ലിനിക്കിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും ഒരുപാട് നെഗറ്റീവ്സും വരുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ്സും വരുന്നുണ്ട്. ഒന്നിലധികം ആളുകളുടെ കമൻറ്റുകളും റിവ്യൂസും കാണാൻ സാധിച്ചു. ഇവർ ബില്ല് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല, ട്രീറ്റ്മെൻറ്റിന് പ്രോപ്പർ റിസൾട്ട് ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ സ്ഥാപനം ഭയങ്കര ക്രെഡിബിലിറ്റി ഉള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ ആ മെറ്റാ ഗ്ലാസ് വെച്ചിട്ടുള്ള വോയിസിനകത്ത് നമ്മൾ കേട്ടത് ഈ സ്ഥാപനം ഇവർ ബില്ല് കൊടുത്തിട്ടില്ല, ഇവരവിടെ ബില്ല് സൂക്ഷിക്കുന്നില്ല, ഫയലുകൾ സൂക്ഷിക്കുന്ന എല്ലാ ഹെഡ് ഓഫീസിലാണ്. സോ അത് അവിടുന്ന് വരാനുള്ളൊരു കാലതാമസം ഉണ്ടാവാം. എനിക്ക് ഡിസ്കിന് ബൾജ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു, യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പലരും എന്നോട് ആയുർവേദം ട്രൈ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ആയുർവേദം ട്രൈ ചെയ്തു. എനിക്ക് ബില്ലും കണക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ 1-2 മാസം വേദന കുറഞ്ഞു, ഇനിയും ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് വേദനയെ വരില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേദന വന്നു. പക്ഷേ ചില ആളുകൾക്ക് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഭേദമാകുന്നുമുണ്ട്. സോ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഇപ്പം കല്യാണിക്ക് ശരിയായില്ല, പക്ഷേ ഇതിനെ പ്രോപ്പറായിട്ട് ഈ സ്ഥാപനം ഹാൻഡിൽ ചെയ്തില്ല എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി പോകുന്നൊരു സാധനമാണ്, അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല. കല്യാണിയുടെ ഭാഗത്തുനിന്നും ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. കല്യാണി ഒരു ഇച്ചിരി മസാല ചേർക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി ഇട്ടാണ്.